നമുക്ക് എല്ലാവർക്കും റംബൂട്ടാൻ ഇഷ്ടമാണ്. നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തേണ്ടതും വളർത്താൻ ആഗ്രഹിക്കുന്നതുമായ ഒന്നാണ് റംബൂട്ടാൻ. നമ്മുടെ വീട്ടിൽ ഒരു റംബൂട്ടാൻ ഉണ്ടെങ്കിൽ ഒരുപാടൊന്നും വേണ്ട. നല്ലപോലെ കായ്ക്കുന്ന ഒരു മൂട് മതി. അങ്ങനെ ഒരെണ്ണം ഉണ്ടെങ്കിൽ നമ്മുടെ ആവശ്യം പോലെ ഇതുപോലെ നമുക്ക് പറിച്ചെടുക്കാം. നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല, അതുവഴി നമുക്കൊരു ചെറിയ വരുമാനം കൂടി കിട്ടും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും റംബൂട്ടാനെ വളർത്തി കൊണ്ടുവരിക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടപ്പാടാണ്. റംബൂട്ടാനെ വളർത്തി പരാജയപ്പെട്ടവരും അതുപോലെ തന്നെ വിജയിച്ചവരും കാണും. അന്നേരം എല്ലാവർക്കും വേണ്ടിയിട്ട് റംബൂട്ടാൻ നല്ല രീതിയിൽ വളരാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ കായ്ക്കാനും ചെറിയൊരു ടിപ്സ്. അന്നേരം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് അമർത്തുക. റംബൂട്ടാൻ നല്ല രീതിയിൽ വളരാനും മികച്ച വിളവ് ലഭിക്കാനും വേണ്ട വളങ്ങൾ, പരിപാലന രീതികൾ ഇവയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ അവസാനം വരെ കാണാൻ മറക്കല്ലേ. നമുക്ക് റംബൂട്ടാൻ തൈ നടാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് മഴക്കാലത്തിൻ്റെ തുടക്കമാണ്. അതുപോലെ തന്നെ നമുക്ക് നഴ്സറിയിൽ നിന്ന് തൈ മേടിച്ച് വെക്കാം. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന നല്ല റംബൂട്ടാനും വരിക്കയും അതുപോലെ കൂഴയൊക്കെ ഉണ്ട്. കൂഴയിൽ നല്ല റംബൂട്ടാൻ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ അരി ഉണ്ടല്ലോ, നമ്മൾ കഴിച്ചിട്ട് ബാലൻസ് വരുന്ന അരി നമ്മൾ കുഴിച്ചിട്ടിട്ട് നമുക്ക് അതിൽ നിന്ന് നല്ല രീതിയിൽ നമുക്ക് തൈ വളർത്തിയെടുക്കാൻ സാധിക്കും. ഒന്നിൽ കൂടുതൽ റംബൂട്ടാൻ തൈ നമ്മൾ നടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ 7 മുതൽ 8 മീറ്റർ വരെ നമ്മൾ സ്പേസിങ് കൊടുക്കണം. സ്പേസിങ് കൊടുത്തില്ല എങ്കിൽ വളർന്നു വരുമ്പോൾ ഇതിൻ്റെ കായ്ഫലങ്ങൾ നമ്മൾക്ക് കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വളപ്രയോഗം. നമ്മൾ കറക്റ്റായിട്ട് സമയത്ത് നമ്മൾ വളം ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള വിളവേ നമുക്ക് എടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ മനുഷ്യനാണെങ്കിൽ പോലും നമുക്ക് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ചെടികൾക്കും മരങ്ങൾക്കും എല്ലാം യഥാസമയം നമ്മൾ വളങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഇരട്ടി വിളവ് നമുക്ക് ഓരോ വർഷത്തിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. റംബൂട്ടാൻ നല്ല രീതിയിൽ വളരാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ കായ്ക്കാനും ഏതൊക്കെ വളങ്ങളാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കിയാലോ. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെറ്റർ പച്ചച്ചാണകവും അതുപോലെ തന്നെ ചാണകപ്പൊടി ഉപയോഗിക്കുന്നതാണ്. എല്ലായിടത്തും ഇപ്പോൾ ചാണകം കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ ചിലർക്ക് ചാണകം ഉപയോഗിക്കാൻ മടിയുള്ളവരും കാണും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് വേറെ 1-2 വളങ്ങളുണ്ട്. അതിനെപ്പറ്റി നമുക്കൊന്നറിയാം. ഒന്ന് യൂറിയയും ഒന്ന് പൊട്ടാസ്യവുമാണ്. ഇവ രണ്ടും രാസവളങ്ങളാണ്. ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ തൈയാണെങ്കിൽ യൂറിയ നമുക്ക് 100 ഗ്രാം മുതൽ 200 ഗ്രാം വരെ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മരത്തിൻ്റെ പ്രായം അനുസരിച്ച് നമുക്ക് അളവ് കൂട്ടിയും കൊടുക്കാം. അതുപോലെ തന്നെ പൊട്ടാസ്യം ക്ലോറൈഡ് നമുക്ക് 100 ഗ്രാം മുതൽ 150 ഗ്രാം വരെ നമുക്ക് കൊടുക്കാം. അതും നമുക്ക് മരത്തിൻ്റെ പ്രായം അനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചുമൊക്കെ നമുക്ക് കൊടുക്കാം. പൊട്ടാസ്യം നമ്മൾ യൂസ് ചെയ്യുന്നത് പഴത്തിൻ്റെ ഗുണമേന്മയും അതുപോലെ തന്നെ വലുപ്പവും കൂടാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ യൂറിയ ഉപയോഗിക്കുന്നത് ചെടികൾക്ക് നല്ല പച്ചനിറവും വേഗത്തിൽ വളരാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വളം ഉപയോഗിക്കുമ്പോൾ അളവ് കൂടാൻ പാടില്ല. അളവ് കൂടിക്കഴിഞ്ഞാൽ കായ്ഫലങ്ങൾ കുറയാനുള്ള ചാൻസുമുണ്ട്. ഒരു കാര്യം, ഇവ രണ്ടും രാസവളങ്ങളാണ്. തെങ്ങിനോ കവുങ്ങിനോ റബ്ബറിനോ ഇടുന്നതിൻ്റെ കൂട്ടല്ല. പരമാവധി ഇവ രണ്ടും ഒഴിവാക്കാൻ ശ്രമിക്കണം. ചാണകപ്പൊടിയും അതുപോലെ തന്നെ പച്ച ചാണകവും ചാരവുമാണ് ഏറ്റവും ബെറ്റർ. ഇവ കിട്ടിയില്ലെങ്കിൽ മാത്രം നമ്മൾ ഈ 2 വളങ്ങൾ ഉപയോഗിക്കുക. നോർമലി നമ്മളൊരു തൈ നട്ട് കഴിഞ്ഞാൽ 4-5 വർഷം കഴിയുമ്പോഴത്തേനും നമുക്കത് വിളവെടുക്കാൻ സാധിക്കും. നല്ല രീതിയിൽ കായ്ക്കുന്ന ഒരു മൂടാണെങ്കിൽ 60 കിലോ തൊട്ട് മേപ്പോട്ട് നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. റംബൂട്ടാൻ്റെ മരം വലിയ പൊക്കത്തിൽ പോകാതെ ആ ഒരു പടർന്നിങ്ങനെ കിടക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വളർന്നു വരുമ്പോൾ നമ്മളതിൻ്റെ ശിഖരങ്ങൾ മുറിച്ച് കൊടുക്കുന്ന ഏറ്റവും ബെറ്റർ ആയിരിക്കും. ശിഖരങ്ങൾ മുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ റംബൂട്ടാൻ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കും. ഇപ്പം ഞങ്ങളുടെ വീട്ടിലെ റംബൂട്ടാൻ എന്ന് പറയുന്നത് നല്ല ഹൈറ്റിലാണ്. നമ്മളത് മുറിച്ച് കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ നല്ല പൊക്കത്തിലാണ് ഇപ്പം പോയേക്കുന്നത്. നിങ്ങൾക്ക് പൊക്കം വേണ്ട എന്നുണ്ടെങ്കിൽ ആ വളർന്നു വരുന്നതനുസരിച്ച് കുറേശ്ശെ കട്ട് ചെയ്താൽ നമ്മളൊരു നല്ല രീതിയിൽ ഇങ്ങനെ പടർന്ന് കിടക്കും. വീട്ടിലെ റംബൂട്ടാൻ ഇതുപോലല്ലായിരുന്നു. നല്ല നിറച്ചും കായായിരുന്നു. നല്ലപോലെ കായ്ച്ചിരുന്ന സമയത്താണ് 1-2 മഴ പെയ്ത്. ആ മഴ പെയ്ത സമയത്ത് മൊത്തം കായും പൊഴിഞ്ഞു പോയി. മഴ പെയ്യുമ്പോൾ പൊഴിയാതിരിക്കാനെ കൊണ്ട് പ്രത്യേകിച്ച് മരുന്നോ കാര്യങ്ങളൊന്നുമില്ല. അത് ഏതൊരു മരമാണെങ്കിൽ പോലും, ഇപ്പം മാവാണെങ്കിലും പറങ്ങാവാണെങ്കിലും എന്ത് മരമാണെങ്കിൽ പോലും പൂത്ത് കഴിഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തം പൊഴിഞ്ഞു പോകത്തേ ഉള്ളൂ. അതുപോലെ തന്നെ കിളികളുടെ ശല്യം. റംബൂട്ടാൻ ഒന്ന് ചുമന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഏതൊക്കെ തരത്തിലുള്ള കിളികളാണെന്ന് നമുക്ക് പോലും അറിയത്തില്ല. അണ്ണാനും തത്തയും വേഴാമ്പലും പേരത്തത്തയും കിറുങ്ങണത്തിയും എന്ന് വേണ്ട സകലമാന കിളികളും ഈ റംബൂട്ടാന മണ്ടയ്ക്കായിരിക്കും. എല്ലാ കൊല്ലവും നമ്മൾ പുറത്ത് കൊടുക്കാറാണ് പതിവ്. ഈ കൊല്ലം പുറത്ത് കൊടുക്കാൻ പറ്റിയില്ല. പുറത്ത് കൊടുക്കുകയാണെങ്കിൽ അവർ വന്ന് സേഫായിട്ട് വലയൊക്കെ ഇട്ടിട്ട് പോകും. പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പക്ഷേങ്കിൽ ഈ കൊല്ലം വലയിടാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് പകുതിയും കൂടുതലും കിളികളാണ് കൊണ്ടുപോയത്. റംബൂട്ടാൻ തൈ നഴ്സറിയിൽ നിന്ന് മേടിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. റംബൂട്ടാൻ ഒരുപാട് ടൈപ്പുണ്ട്. കൂഴയുണ്ട്, വരിക്കയുണ്ട്, അതുപോലെ തന്നെ പുളിയുള്ള ടൈപ്പുണ്ട്. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നത് കൂഴയാണ്. കൂഴയാണെങ്കിൽ പോലും നല്ല മധുരമുള്ള ടൈപ്പാണ്. വരിക്കയെക്കാട്ടിൽ നല്ല ടേസ്റ്റിയാണ് ഈ കൂഴയെന്ന് പറയുന്നത്.
റംബൂട്ടാൻ്റെ തൈ മേടിച്ച് വെക്കുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മൾ നല്ല റംബൂട്ടാൻ്റെ അരി പാകി കിളിപ്പിക്കുന്നതാണ്. ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന ഈ റംബൂട്ടാൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു 18 വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾ ഇതുപോലെ റംബൂട്ടാൻ കൊണ്ടുവന്ന് അതിൻ്റെ അരി പാകി കിളിപ്പിച്ചതാണ്. ഇപ്പോൾ ഇതിൻ്റെ അരി പാകി കിളിപ്പിച്ചപ്പോൾ ഒരുപാട് റംബൂട്ടാൻ ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ട്. അന്നേരം ഇതൊക്കെയാണ് റംബൂട്ടാൻ കൃഷിയുടെ മുഴുവൻ വിവരങ്ങളെന്ന് പറയുന്നത്. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് മാങ്കുസ്തീം, അതുപോലെ തന്നെ കൊക്കോക്കോ, അങ്ങനെ ഒരുപാട് ഐറ്റംസിൻ്റെ വീഡിയോസ് പുറകാലെ വരുന്നുണ്ട്. അന്നേരം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. ഇതുപോലുള്ള കൂടുതൽ കാർഷിക ടിപ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ബെൽ ഐക്കൺ ഓൺ ആക്കണേ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.